ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ലൊരു ഭംഗിയാണ്. പക്ഷേ എപ്പോൾ തൊണ്ടവേദന ഒക്കെ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. കാരണം അതുപോലത്തെ ഒരു മൂടൽമഞ്ഞൊക്കെയാണ്. അപ്പോൾ രാവിലെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഇതാ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. പക്ഷേ ഇങ്ങനെ നിന്ന് പണികളൊന്നും പറഞ്ഞ സമയത്ത് തീരത്തില്ല. അപ്പം ഒരു അങ്ങനെ നമുക്ക് ആടിത്തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് അടുത്ത പണിയിലേക്ക് പോവുകയാണ്. അപ്പം വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുപ്പിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടപടേന്ന് നിൽക്കും. അപ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചാൽ നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിച്ചതുപോലെയായി. പിന്നെ അങ്ങ് സ്പീഡിൽ നിൽക്കും. അപ്പോൾ ഈ കട്ടൻ കാപ്പിയും കൂടെ കുടിച്ച ശേഷം ഞാൻ എൻ്റെ പണികളെല്ലാം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഴുകാനുള്ള പാത്രമൊക്കെ അങ്ങോട്ട് സിങ്കിലേക്ക് പെറുക്കിയിട്ടു. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല. രാവിലെ എനിക്ക് കുളിക്കണം. അപ്പോൾ ഞാൻ ഈ കുറേ പാത്രം എനിക്ക് കഴുകാൻ വേണ്ടിയിട്ട് കാണും. എങ്ങനെയൊക്കെ കഴുകി വെച്ചിട്ട് കിടന്നാലും കുറച്ച് പാത്രം കഴുകാൻ വേണ്ടി കാണും. അപ്പോൾ അതാ ഞാൻ സിങ്കിലേക്കെല്ലാം പെറുക്കിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇതാ വീണ്ടും വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം ക്യാമറയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫോണിലെടുത്തിട്ട് അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ പനിക്കൂർക്കയില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം മക്കൾക്കൊക്കെ ചെറിയ തുമ്മലും ചീച്ചലും ഒക്കെ ഉണ്ട്. അപ്പോൾ പനിക്കൂർക്കയിലയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പനിക്കൂർക്കയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ പനിക്കൂർക്കയിലയൊക്കെ പൊട്ടിച്ച് കയറി വന്നിട്ടുണ്ട്. വന്ന പാടെ ഇനി നേരെ അരി കഴുകിയിടാൻ വേണ്ടി പോകണം. അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം കഴുകി പിന്നെ പനിക്കൂർക്കയിലയും പറിക്കാൻ പോയിട്ട് വന്നു. അപ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അരി കഴുകിയിടുവാണ്. അപ്പോൾ അരി ഇച്ചിരി ചൂടുവെള്ളത്തിലൊക്കെയാണ് കഴുകുന്നത്. കാരണം റേഷൻ കടയിലെ അരിയാണ്. അപ്പം നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണമല്ലോ. അപ്പോൾ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാല് തിളയ്ക്കാനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ തീയിലൊന്നിട്ടിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുളിക്കലൊക്കെ ഇച്ചിരി പാടാണ്. കാരണം വെച്ചാൽ തണുപ്പാണ്. ജലദോഷമൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കുളിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പം കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കുളി താമസിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ്. എന്നാൽ ചില ദിവസം അങ്ങനെയും ഉണ്ട്. രാവിലെ കുളിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഒരു ഉഷാറ് വൈകുന്നേരം വരെയും കാണും. അപ്പോൾ ഞാൻ പോയ കൂടെ ചോറിൻ്റെ തീയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് തീയൊക്കെ ഒന്ന് നല്ലപോലെ കത്തിച്ച് കൊടുത്ത ശേഷം വേണം ഇനി ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ. അല്ലെങ്കിൽ ചോറ് വേകുകയില്ല, വെള്ളം പിടിക്കും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറി വെക്കാൻ എന്തുണ്ടെന്ന് തപ്പി നിൽക്കുവാണ്. അപ്പോൾ ഇനി കറി എന്തെങ്കിലും വെക്കണം. ഇന്ന് അമ്പാടിക്ക് സ്കൂളിൽ ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നും എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കുന്നതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും സവോളയൊക്കെ ഒന്ന് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ പുട്ടിൻ്റെ പൊടിയുണ്ടല്ലോ, രാവിലെ ആയപ്പോഴത്തേക്കും ഒന്ന് ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് നനച്ച് കൊടുത്തതാണ്. എന്നിട്ട് പുട്ട് ഓരോന്ന് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ക്യാരറ്റ് തോരന് തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടു. ഇനി ഇത് നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കിയിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ എണ്ണയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്തിട്ട് നല്ല ഇളക്കി തട്ടിപ്പൊത്തി വെച്ചാൽ മതി. അപ്പോൾ ക്യാരറ്റ് തോരൻ അവിടെ ഇരുന്ന് ആയിക്കോളും. ചെറിയ തീയിലിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പോട്ടെ എന്നും കൊണ്ട് കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തോരനൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ട് ഞാനിനി അമ്പാടിയുടെ യൂണിഫോം തേക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ബാറ്റ് പപ്പടം ഉണ്ടല്ലോ, ഇത് കുറച്ചൊന്ന് വറുത്ത് വെക്കുന്നുണ്ട്. അതും കൂടി വറുത്ത തോരനും കൂടി ആയാൽ പിന്നെ അമ്പാടിക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് യൂണിഫോം ഒക്കെ പോയിട്ട് തേക്കാമല്ലോ എന്നോർത്താണ്.
പപ്പടമൊക്കെ ഞാൻ അവൻ കൊണ്ടുപോകുന്ന പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ട് ഞാൻ ഈ തോരൻ ഒന്നുകൂടെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അവന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും യൂണിഫോമും തേച്ച് വെക്കണം. അപ്പം വെള്ളം കൊണ്ട് ആദ്യം കുളിക്കാൻ വേണ്ടിയുള്ളത് ഒഴിച്ച് വെക്കും. അപ്പോഴത്തേക്ക് അവൻ കക്കൂസിലൊക്കെ പോയിട്ട് വരും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള തീയിൽ പൊന്നു എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി വെച്ചു. അപ്പം അവൻ ഇനിയിപ്പം നേരെ പോയി കുളിച്ചോളും. കക്കൂസിൽ കയറുക, പിന്നെ നേരെ കുളിക്കാൻ പോകുക. അപ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂണിഫോമും കൂടി തേച്ച് വെക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് നേരെ യൂണിഫോം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഓർഡറിലാണ്. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ യൂണിഫോം തേച്ച് വെച്ചിട്ട് വന്ന് ഞാൻ നേരെ തോരൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് കൊണ്ടുപോകാൻ ഇച്ചിരി ചിക്കൻ കറിയും പപ്പടവും ക്യാരറ്റ് തോരനും. അപ്പം അതിൽ തുള്ളി പോലെ എണ്ണ ഒഴിച്ചില്ലെന്നുള്ളതാണ്. അപ്പം അതങ്ങനെ ഞാൻ എല്ലാം കൂടി കൂട്ടി തിരുമ്മിയിട്ട് അടുപ്പിൽ വെച്ചു. പിന്നെ എണ്ണയൊന്നും ലാസ്റ്റൊന്നും ഒഴിച്ചൊന്നുമില്ല. അപ്പോൾ അത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി അവൻ കഴിച്ചു ഒരുങ്ങി പിന്നെ പോയി കഴിഞ്ഞാലേ ഒരു സമാധാനമുള്ളത്. അപ്പം അവനെ വിടുന്നത് തന്നെ അത്രയും തന്നെ നമുക്കൊരു ടാസ്ക് തന്നെയാണ്. ഏകദേശം 5:30 തുടങ്ങുന്ന പരിപാടി 8:30 തീരുന്നത്. അതുവരെ ഇങ്ങനെ സമാധാനമില്ലാതാണ് നമ്മൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അസൈൻമെൻ്റ് ഉണ്ടല്ലോ, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം അസൈൻമെൻ്റൊക്കെ പടപടയെന്ന് ചെയ്ത് റെഡിയാക്കി. ഒരാഴ്ച മുമ്പെങ്ങാണ്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസമാണ് ഇവൻ എന്നോട് പറയുന്നത്. അപ്പോൾ രാവിലെ ഈ കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ താമസിക്കുക. അപ്പോൾ ഞാനും കൂടെ ചേർന്ന് സഹായിച്ചിട്ട് പെട്ടെന്ന് അതൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഹാള് ഫുള്ളൊന്ന് നീറ്റായിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു തുടച്ചിട്ട്. അപ്പോൾ എല്ലാം വൃത്തിയായിട്ട് തുടച്ചിട്ട ശേഷം ഞാൻ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. തുണി അലക്കാൻ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണക്കിയും എടുക്കാം. അപ്പം ബാക്കി ജോലികളൊക്കെ തീർത്തിട്ട് ചെല്ലുമ്പോഴത്തേക്കും തുണി അവിടെ അലക്കി റെഡിയാക്കി വെച്ചേക്കും. പിന്നെ വിരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് അലക്കി ഉണക്കി എടുത്തില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മിക്ക ദിവസവും ഇപ്പം മഴയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുണി ഇങ്ങനെ കൂട്ടിയിട്ടാലും അതും പണിയാണല്ലോ. അപ്പം അന്നന്ന് ഉള്ളത് അന്നന്ന് അലക്കി ഉണക്കിയെടുക്കും ഉച്ചയ്ക്ക് മുന്നേ തന്നെ. അപ്പോൾ ഞാൻ അത് അലക്കാനിട്ട ശേഷം ഓടി വന്നിട്ട് ഇച്ചിരി പരിപ്പ് എടുത്തിട്ടൊന്ന് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പും പടവലങ്ങായും മുരിങ്ങക്കായും കൂടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പടവലങ്ങ പെട്ടെന്ന് അഴുക്കായി പോകുന്നുണ്ട്. അപ്പം അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് വേഗം എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതും പടവലങ്ങായും അതും മുരിങ്ങക്കായും പരിപ്പും കൂടി ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതിന് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് പടവലങ്ങായും മുരിങ്ങക്കായും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയുള്ള പുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് കഴിച്ച പൊന്നിനെ കുളിപ്പിച്ചൊക്കെയാണ് ഞാൻ അവിടെ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ഇനി വേഗം ഈ ഒരു കറിയും കൂടി ഒന്ന് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഞങ്ങളും കാപ്പി കുടിക്കും. പിന്നെ വേണം പൊന്നുവിനുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് അരപ്പും ചേർക്കണം, വറവും റെഡിയാക്കണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഞാൻ ഈ വീഡിയോ ചെയ്ത ദിവസം തന്നെ അന്നത്തെ കറികളൊക്കെ വെച്ചിട്ട് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ, ചിക്കൻ കറി, നാരങ്ങ അച്ചാർ, പിന്നെ ഞാൻ കറി വെച്ചതുണ്ടല്ലോ പരിപ്പും മുരിങ്ങക്കായും, അത് അത്രയും വെച്ചിട്ടാണ് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.